ഹലോ, എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണോ? ചേച്ചിക്ക് ഇപ്പോൾ വരാൻ ഭയങ്കര മടിയാണ്. നിങ്ങളെ മുന്നിൽ എത്താൻ ഭയങ്കര മടിയാണ്. അതാണ് പറയുന്നത്, നമ്മൾ ഏത് ജോലിയും കറക്റ്റായി ചെയ്തുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ല. ഒരു ദിവസം തെറ്റിപ്പോയി ഒക്കെ പോകും. ഇപ്പം കറക്റ്റായി വീഡിയൊന്നും ഇടുന്നില്ല, മടിയാണ് കേട്ടോ. ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഇന്ന് ഇടണ്ടെന്ന് കരുതിയിട്ടാണ് വീണ്ടും വന്നത്. ഞാനൊരു ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരുന്നു കേട്ടോ. ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഒന്ന് നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്ന. തയ്ച്ച് കഴിഞ്ഞ് കൈ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഊക്കും കൂടെ വെച്ചാൽ മതി. ഒരാഴ്ചയായി തന്നിട്ട്. അപ്പോൾ അതിന് ഞാൻ ഇന്ന് തയ്ക്കാമെന്ന് കരുതി. നാളെ കൊടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്ലൗസിൻ്റെ ഉടമയ്ക്ക് തയ്ക്കുന്നത്. അവർക്ക് ആര് തയ്ച്ചാലും ശരിയാവില്ലെന്നാണ് പറയണത്. എനിക്ക് അറിഞ്ഞൂടാ. 1-2 ബ്ലൗസൊക്കെ ആരൊക്കെ തയ്ച്ച് കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാനും തയ്ച്ച് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇനി ഇട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം. എനിക്കും എൻ്റെ ചേച്ചിക്കും മതിനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല കേട്ടോ. നമ്മളത് സ്ഥിരം ഒരേ അളവിനങ്ങ് വെട്ടി തയ്ക്കുന്നത് കൊണ്ട് അതിനൊന്നും ഒരു പേടിയില്ല. എല്ലാം തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും അളവ് പോലും നോക്കൂല. ഇടുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പം ഇതെനിക്ക് ആദ്യമായിട്ട് തയ്ക്കുന്നത് കൊണ്ട് ഒരിതുണ്ട്. എന്നാലും കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നണം. ഇനി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അറിയാം. അപ്പോൾ അത് തയ്ച്ചത് കൊണ്ടാണ് നിങ്ങളെ മുന്നിലെത്താൻ ചേച്ചി താമസിച്ചത്. നേരത്തെ വീഡിയോ എടുക്കണമെന്ന് കരുതിയാണ്, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഭയങ്കര മഴയായിരുന്നു ഇവിടെ. നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടായിരുന്നു? ഒരിടത്തും മഴ അങ്ങനെ കറക്റ്റാக പെയ്യില്ല കേട്ടോ. ഇവിടെ പെയ്യുകയാണെങ്കിൽ 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് മഴ കാണില്ല. അങ്ങനത്തെ മഴയാണ് ഇപ്പോഴത്തെ മഴ. അപ്പം ഇവിടെ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഇടിവെട്ടലും മഴയൊക്കെ. നമ്മുടെയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് വഴിയിലൊക്കെ വെള്ളമാവും കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്കൊക്കെ വെള്ളമായി. വെള്ളം നീന്തിയൊക്കെയാണ് അമ്പലത്തിൽ പോയത്. അത്ര വെള്ളം കെട്ടേണ്ട വെള്ളം റോഡിലാവേണ്ട ലെവലിലാണ് മഴ പെയ്തത്. അത്ര നല്ല മഴയായിരുന്നു. അപ്പം പിന്നെ എന്തോന്ന് പറയാൻ, 10 മണിയായി. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം നിങ്ങളതൊന്ന് കണ്ടിട്ട് പോകണം, കിടക്കണം. ഇതൊന്ന് ഊക്കും കൂടെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന വേറെ സ്ഥലത്തിരുന്നാണേ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ താഴെ ഇരുന്നൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ഇതിപ്പം മുകളിലാണേ. മുകളിൽ ഹാളിലിരുന്നിട്ടാണ് ഞാൻ മെഷീനൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ മുകളിലിട്ട് കേട്ടോ. മെഷീനൊക്കെ എടുത്ത് മുകളിൽ ഇട്ടിട്ടാണ് തയ്ച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് തന്നെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. നമ്മൾ കറക്റ്റാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കൊണ്ടിരുന്നതാണ്. നമുക്കിപ്പം കറക്റ്റാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. മടി എന്തൊരു മടിയാണോ അത്. ഇട്ടാൽ പിന്നെ ഇതില്ലാത്ത ഇടയ്ക്കാണ്. ഷോർട്ട് വീഡിയോ ഒക്കെ ആയാലും ഇട്ടാൽ ചിലപ്പോൾ 2, 3, 4 വീഡിയോ അങ്ങ് ഒരുമിച്ചിടും. ഇല്ലെങ്കിൽ ഒന്നുമേ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. കൂടുതൽ വിശേഷമൊന്നുമില്ല. എല്ലാവരും നമ്മളെ വീഡിയോ കാണണേ. എനിക്ക് സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ മഴയുണ്ടല്ലോ, മഴയൊക്കെ നനഞ്ഞ് ആണെന്ന് തോന്നുന്നു. സൗണ്ടൊന്നും എന്തോ ഒരു സൗണ്ട് അടഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. സംസാരത്തിൽ എന്തോ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റൂല്ലെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവരും ഈ ചേച്ചിപ്പെണ്ണിൻ്റെ വീഡിയോ കാണണം. ചേച്ചിപ്പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്. നമ്മളെ ചാനലൊക്കെ തുടങ്ങിയിട്ട് 7-8 മാസമായി. പക്ഷെ നമുക്കിപ്പോൾ 5000-ന് മേലെ സബ്സ്ക്രൈബറായി. അപ്പോൾ ഈ 5000 ഫാമിലി മെമ്പേഴ്സിനോടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. നിങ്ങളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. 5000 സബ്സ്ക്രൈബർ എന്നൊക്കെ പറയുമ്പം എന്നെ സംബന്ധിച്ച് നമുക്കൊരു 50,000-ൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം. ഇനിയും ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും ചേച്ചി പറയുന്നില്ല. കാക്ക കരയുന്നുണ്ട്. രാത്രിയാണ്, കാക്ക കരയുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ആ സൗണ്ട് കാണുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ഞാനിവിടെ ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും വീഡിയോ കാണണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരാം. ടാറ്റാ, ബൈ.